നിങ്ങളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷനിലോ ഉള്ളപ്പോൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ നാവും ഡിസ്കണക്റ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന ഒന്ന്, പക്ഷെ പറയുന്നത് വേറൊന്ന്. പലരും വിചാരിക്കും ഇത് സ്പീച്ചിൻ്റെ ഒരു പ്രോബ്ലമാണ്, ഇംഗ്ലീഷിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന്. പക്ഷേ ആക്ച്വലി മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ബാക്കിൽ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും നെഗറ്റീവായിട്ട് സെന്റൻസ് തെറ്റാണ്, ഗ്രാമർ തെറ്റാണ്, വേർഡ്സ് തെറ്റാണ്, ഇതല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒരു ലൂപ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വായിൽ വരാത്തത്. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫെമിലിയർ ആയി തോന്നുന്നുണ്ടോ? ഞാൻ പൊതുവേ കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ്. ഞാൻ പൊതുവെ അങ്ങനെ കോൺഫിഡൻ്റ് അല്ലാത്തൊരാളാണ്. ജനിച്ചപ്പോൾ തന്നെ ഞാൻ അങ്ങനെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും അയാളെ പോലത്തെ ഒരാളല്ല. അയാള് ജന്മനാ അങ്ങനെ ആ കഴിവുള്ള ആളാണ്. എനിക്കൊരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. അയാള് ഭയങ്കര സ്പീഡില് ഫാസ്റ്റായിട്ടാണല്ലോ സംസാരിക്കണേ. എനിക്കൊരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ പതുക്കെ സംസാരിച്ചാല് കേൾക്കുന്ന ആൾക്കാര് വിചാരിക്കും, "അയ്യോ! ഇതെന്തൊരു ബോറിങ് സ്പീച്ച്. ഒന്നും പെട്ടെന്ന് പറയണില്ലല്ലോ കാര്യങ്ങള്." അങ്ങനെ ഈ കേട്ടിരിക്കുന്ന ആൾക്കാര് എന്നെ ശ്രദ്ധിക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമായിരിക്കും. എനിക്ക് ചില വാക്കുകളൊന്നും അങ്ങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് കഴിവില്ലാത്ത ഒരാളാണെന്ന് ചിലപ്പോൾ കൂടുള്ളവർ വിചാരിക്കും. ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ടൊന്ന് സ്വയം പറയുക, ഇത് നിങ്ങളെക്കുറിച്ചുള്ള ഫാക്ട്സ് അല്ല. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയല്ല. ഇത് നിങ്ങളെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ആ സ്മൂത്ത്നെസ് കൊണ്ടുവരിക, നമ്മൾ പറയുമ്പോൾ ആ പവർ കൊണ്ടുവരിക, കൺട്രോൾ കൊണ്ടുവരിക. എങ്ങനെ സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റും നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആദ്യം തന്നെ നല്ല കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള 5 തെറ്റിദ്ധാരണകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യമാണ്. മനസ്സിലായോ? ആ പ്രാക്ടീസിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ആഡ് ആവുന്ന ഒരു സ്കില്ലാണ്. അല്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരല്ല. രണ്ടാമത്തത്, ഫ്ലുവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യമല്ല, ക്ലാരിറ്റിയും കൺട്രോളും ആണ്, സ്പീഡല്ല. കോൺഫിഡൻ്റ് ആയുള്ള ആൾക്കാർ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യുക. അതെന്താ? എനിക്കത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാവോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ പാർട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്ന ശീലം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണമാണ്. പകരം കോൺഫിഡൻ്റ് ആയ ആൾക്കാർ ചെയ്യാതിരിക്കുന്ന കാര്യമല്ല. എല്ലാവരും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അതൊന്ന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഫിഡൻസ് സ്പീക്കേഴ്സിനെ വേർതിരിച്ച് നിർത്തുന്നത്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ഓഫ് ആക്കാവുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് ഉണ്ട് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇല്ല കോൺഫിഡൻസ്, അങ്ങനെയല്ല. നമ്മൾ അത് ട്രെയിൻ ചെയ്ത് ആ രീതികളിൽ പ്രാക്ടീസ് ചെയ്യുമ്പം ഗ്രോ ചെയ്യുന്ന ഒരു ട്രെയ്റ്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കാണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ ഈ ബ്രെയിൻ ആദ്യം ഒരു കറക്റ്റ് പാകത്തിലാവണം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇല്ലാണ്ട് നമുക്ക് മുൻവിധികളോട് കൂടി നമ്മൾ എന്ത് കാര്യം പഠിക്കാൻ നിന്നാലും അത് ഉപകാരത്തിലെത്തില്ല. അതുകൊണ്ടാണ് ഈ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനസ്സിനെ സത്യം മനസ്സിലാക്കിപ്പിക്കുക. ഞാനിത് നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കള്ളത്തരങ്ങളല്ല. ഇതാണ് വാസ്തവം. നമ്മൾ കുറേ കാലമായി നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് പറഞ്ഞു പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളായി മാറിയതാണ്. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട് നമ്മളെക്കുറിച്ച് കേട്ട് വളർന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ നമ്മൾ സ്വയം വിചാരിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കാം. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റായി നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ റീഇൻഫോഴ്സ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതാദ്യം ഒന്ന് ഇളക്കി പൊളിച്ച് മാറ്റി വയ്ക്കുക. ശരിക്കും ആൾക്കാർക്ക് ഈ ക്ലാരിറ്റി കിട്ടാത്തത്, സ്പീച്ചിൽ ക്ലാരിറ്റി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് അവർക്ക് എന്താ പറയണ്ടേന്ന് അറിയാത്തതുകൊണ്ടല്ല. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ആ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതാണ്. മീറ്റിങ്സിലാണെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഈ കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഇത്രയും കാര്യങ്ങൾ പറയണം, അങ്ങനെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇൻറ്റേർണലി ഒരു റഷ് ഉണ്ടാവുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോവും. അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരില്ല. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു അപ്ഡേറ്റ് ചോദിക്കുകയാണ്, കെൻ യു പ്ലീസ് ഗിവ് എ ക്വിക്ക് അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടൻ തന്നെ ക്വിക്ക് എന്ന് കേൾക്കുമ്പോൾ അയ്യോ പെട്ടെന്ന് പെട്ടെന്ന് വേണം എന്നുള്ളത് ചിന്തിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും പറയാണ്ട് നേരെ ഇങ്ങോട്ട്
ഇപ്പം നമ്മുടെ മുന്നിലുള്ള കാര്യം എവിടുന്ന് തുടങ്ങി, ഇപ്പം എന്തായി അവസ്ഥ എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. അവിടെ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യം മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ മെയിൻ ഫോക്കസ് അവർ ചെയ്യുന്ന വർക്കായിരിക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ് നമ്മുടെ വർക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇയാൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നാ. 99% കേസിലും ഇത് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഔട്ട്കം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞു വരുമ്പം ഒരാൾക്കും താല്പര്യമില്ലാത്ത കുറേ ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഇങ്ങനെ ഇടയിൽ കയറ്റും. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ സോൺ ഔട്ട് ചെയ്യും. ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, നമ്മൾ കമ്മ്യൂണിക്കേഷൻ അയാൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ല, പിന്നെന്താ, ഇതൊരു സീക്വൻസ് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത് ഒരു സ്ട്രക്ചർ, ഒരു സീക്വൻസ് നമ്മുടെ മനസ്സിലുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാവണം സംസാരിക്കുന്നതിന് മുമ്പ്. അതിങ്ങനെ ഈ വേർഡ് കഴിഞ്ഞാൽ ഈ വേർഡ് പറയണം എന്നുള്ള രീതിയിലല്ല പറയണത്, ആ ഐഡിയാസിൻ്റെ ഒരു ഓർഡർ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് സോ വാട്ട് ഹാപ്പൻഡ് വാസ് ഇനിഷ്യലി വി തോട്ട് സംതിങ് ആൻഡ് ദെൻ ദെർ വാസ് സംതിങ് ഇങ്ങനെ പറയണതിനേക്കാൾ പകരം ആദ്യം ഒരു പോസ്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്, നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നിങ്ങൾ അവിടെ നിന്ന് ചോദ്യം വരുമ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ പടപടയെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പോസ്, അല്ല ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് ഇതാണ് ഔട്ട്കം, ഒരു പോസ്. ഇതുണ്ടാവാൻ കാരണം ഇന്നതാണ്, ഒരു പോസ്. ഇനി അടുത്തത് സംഭവിക്കാൻ പോണത് ഇന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ സെയിം കാര്യം തന്നെ നമ്മൾ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊന്നും, സീക്വൻസൊക്കെ പ്രിപ്പയർ ചെയ്യാനൊന്നും സമയമില്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അടുത്തൊരു ചോദ്യം വന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം ആദ്യം എന്താ വേണ്ടത്? ഒരു പോസ് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരാളൊരു കാര്യം ചോദിച്ചു എന്ന് ഉടനെ തന്നെ പടപടയെന്ന് പറയണ്ട. നല്ല ബുദ്ധിയുള്ള ആൾക്കാരെല്ലാവരും ഒരു പോസ് എടുക്കും. എങ്ങനെ നമ്മൾ ഈ ഓടിച്ചാടി പറയുക? നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്ന ചോദ്യമല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക, ഒരു പോസാണത്, അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. എന്നിട്ട് ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ ഉത്തരം കൊടുക്കുക. എല്ലാം കൂടെ ഒരു സെൻറ്റൻസിൽ പറയണമെന്നില്ല. ആദ്യം ഫസ്റ്റ് അവർ ചോദിച്ച, ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ചോദ്യമാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാവില്ലേ, ഇങ്ങനെ ചെയ്തോ, എന്തുകൊണ്ട് ചെയ്തോ എന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഉത്തരം പറയാം. അടുത്തത് നമുക്ക് പിന്നെ പറയാം. ഇനി കൂടുതൽ ഇൻഫർമേഷൻ അതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാം, അതിന് സമയമുണ്ട്. നിങ്ങൾ പാനിക് ചെയ്യരുത്. ഇനി കോമൺ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു തീരുമാനം, ഗട്ട് ഫീലിങ്ങും നമ്മുടെ കയ്യിലുള്ള ഡേറ്റയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ അതിനെ എതിർക്കാന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ സമ്മൺ ഈസ് ചാലഞ്ചിങ് എ ഡിസിഷൻ യു മെയ്ഡ്. അപ്പം നമ്മുടെ ഒരു ഒറ്റടിക്കുള്ള റെസ്പോൺസ് പൊതുവെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, നമ്മൾ അതിലത്തെ ഓരോ ഡീറ്റെയിലും, നമുക്ക് നല്ല അറിവുണ്ട് ഇതിൽ, അപ്പം നമ്മൾ അതിൽ ഓരോ ഡീറ്റെയിലും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാൻ ഒരു ടെൻഡൻസി എപ്പോഴും വരും. നമ്മളങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇമോഷണൽ ആവും തോറും നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി കുറയും. അപ്പോൾ അതിന് പകരം, നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. ഫസ്റ്റ് തന്നെ പോസ്, ദിസ് വാസ് ദ ഡിസിഷൻ, ഇതാണ് ഞങ്ങൾ എടുത്ത ഡിസിഷൻ. പിന്നൊരു പോസ്, ഇന്ന കാരണം കൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത്. പിന്നൊരു പോസ്. പിന്നെ നമ്മൾ ആരും ഇവിടെ മസിൽ പിടിച്ചിരിക്കുന്നൊന്നുമില്ല. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ, ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം സ്റ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? അവിടെ ഒരു ടെൻഷനില്ല, അല്ലേ? ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പലപ്പോഴും നമ്മൾ ഈ വർക്ക് പ്ലേസിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു കൾച്ചറൊക്കെ ഉണ്ട്, മിക്ക ഓഫീസുകളിലും ഉണ്ടാവും. അത് വരുമ്പം എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ. കാരണം ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം, പക്ഷേ ഹാർഷ് ആവാൻ പാടില്ല. അപ്പം പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് ടോൺ ഡൗൺ ചെയ്യും. ആ ഒറിജിനൽ മെസ്സേജ് ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്നാൽ നമ്മൾ ഹാർഷ് ആവാൻ പാടില്ല. അങ്ങനത്തെ കേസസിൽ എന്ത് ചെയ്യും? അഗെയിൻ ഫസ്റ്റ് ഒരു പോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നല്ല കാര്യം, അതങ്ങ് പറയാം. അത് കഴിഞ്ഞ് പോസ്. ദിസ് ഇസ് വാട്ട് വി നീഡ് ടു ചേഞ്ച്. എന്താണ് മാറ്റം വരുത്തേണ്ട സംഭവം, വാട്ട് നീഡ്സ് ടു ചേഞ്ച്, അത് പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പോസ്. ഇതിന് എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ പറയാം. ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ
വളരെ റെസ്പെക്റ്റ്ഫുൾ ആവുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഹാർഷായിട്ടല്ല പറയണേ, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയണുണ്ട്. അതിൽ വിഷമം വിചാരിക്കേണ്ട കാര്യം വരുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഹറി ചെയ്യണില്ല. അയ്യോ ഇയാൾക്കെന്ത് വിഷമാവും വിഷമാവും എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തകളില്ല. നമ്മൾ പേടിച്ച് ധൃതിപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും നമ്മളെ കോൺഫിഡൻറ്റും ഇൻ കൺട്രോളൊക്കെ ഉള്ള ഒരാളായിട്ട് കാണിക്കില്ല. വളരെ ഇമോഷണലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ടും ചിന്തിക്കാത്ത ഒരാളായിട്ടൊക്കെ നമ്മളെ കാണും. അവിടെയാണ് നമ്മൾ കോൺഫിഡൻസ് ചോർന്നു പോവുക. നമുക്കും ചോർന്നു പോവും. ഈ കാണുന്ന ആൾക്കത് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ വളരെ ഒരു സ്ട്രക്ചർ ക്രീപ്പ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് നമുക്കും കൂടുതലായി തോന്നും. ഈ കേൾക്കുന്ന ആൾക്കും ഇയാൾക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു രീതി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പൊതുവേ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. നമുക്ക് മാത്രം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം തോന്നുന്നൊരു കാര്യമില്ല. എല്ലാവർക്കും ബേസിക് കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എസ്പെഷ്യലി ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പറഞ്ഞു തുടങ്ങുമ്പോൾ പൊതുവെ അതൊന്ന് കാം ആവണം. ആവാത്തപ്പോൾ നമ്മളൊന്ന് നമ്മുടെ ബോഡീനെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പൊതുവെ അത് ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ വരും. ഒന്ന് റിലാക്സ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബ്രെത്തില്ലേ, അത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് ടെൻഷനുള്ള പോലെ തോന്നും. അപ്പോൾ നമ്മുടെ വേർഡ്സൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. ഇതെന്താന്ന് വെച്ചാൽ പൊതുവെ സ്ട്രെസ് ഉള്ള സിറ്റുവേഷനിൽ നമ്മുടെ കുറച്ച് റിജിഡ് ആയിരിക്കും, നമ്മുടെ ബ്രെത്തും കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെയല്ല എന്ന് ബോഡീനെ മനസ്സിലാക്കിപ്പിക്കാൻ നമുക്കിതിന് റിവേഴ്സ് ചെയ്യാം. കുറച്ച് റിലീസ് ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്ത് വെക്കുക, ബ്രെത്ത് ഒന്ന് കൺട്രോൾ ചെയ്താൽ ഈ സിറ്റുവേഷൻ അത്രയ്ക്ക് സ്ട്രെസ്ഫുൾ അല്ല എന്ന് മൈൻഡിന് തോന്നും. ഓക്കെ, അതുപോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ശ്വാസമില്ലേ, അത് പൂർണ്ണമായി എടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്ന് വെച്ചാൽ പകുതി വഴിക്ക് സംസാരം തുടങ്ങരുത്. ഇനി തുടങ്ങുക. മനസ്സിലായോ? ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വരും. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ ബുദ്ധി അപാരമായ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര വൊക്കാബുലറി ഉള്ള ആളാണല്ലോ എന്നൊന്നല്ല നോട്ടീസ് ചെയ്യുക. അവരെന്താ നോട്ടീസ് ചെയ്യുക? നമ്മുടെ കൺട്രോൾ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഇടയിൽ കയറി സംസാരിക്കുന്നത് കുറയും, ഇൻട്രപ്റ്റ് ചെയ്യുന്നത് കുറയും. അവർ കുറച്ചുകൂടെ നമ്മൾ പറയുന്നത് കേൾക്കും. അവർ നമ്മൾ പറയുന്നത് ഓർത്ത് വെക്കുകയും ചെയ്യും. കാരണം എന്താ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ ആ ഡിസ്കഷൻ ലീഡ് ചെയ്യാണ്. അപ്പോൾ ബേസിക്കലി ഒരു ഐഡിയ, ഒരു ബ്രെത്ത്, ഒരു പോസ്, ഇതൊക്കെ ചെയ്യുമ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ സ്മൂത്തും ക്ലിയറും പവർഫുള്ളും ആവും. അപ്പോൾ അടുത്ത നിങ്ങളുടെ കോൺവെർസേഷനിൽ ആ സംഭവം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് പറയുക, പക്ഷെ ഓർഡറിൽ പറയുക. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ്. അത് ഈ ഡിസ്കഷനിൽ മാത്രമല്ല, ജനറലി നമ്മൾ എപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ കാമായി ഐഡിയാസ് ക്ലിയറായി ഓരോന്നായി അവതരിപ്പിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വ്യക്തിത്വം അങ്ങനെയാണ്. ആ രീതിയിൽ നമ്മൾ മാറ്റണം. അല്ലാണ്ട് ഈ ഡിസ്കഷൻ വരുമ്പോഴോ മീറ്റിംഗ് വരുമ്പോഴോ മാത്രം നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാവണം. കാരണം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ഒരു സാഹചര്യം വന്നാലും, ഓഫീസ് മാത്രമല്ല, ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ കൃത്യമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഏത് സാഹചര്യത്തിലും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഈ സിനിമകൾ, മലയാള സിനിമേനെ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ പ്രധാനപ്പെട്ട മൂവീസിലും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ടായിരിക്കും എല്ലാം കൂടെ പ്രശ്നമാകും. ഒന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഒളിച്ചു വെക്കും, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് എനിക്ക് എപ്പോഴും മലയാളം മൂവീസ് കാണുമ്പോൾ എപ്പോഴും പേടിയാവും. ഈ കമ്മ്യൂണിക്കേഷൻ റെഡി അല്ലാത്തതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാറ് പലപ്പോഴും. അപ്പം ഞാൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കാണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായി മാറ്റുക കേട്ടോ. അല്ലാണ്ട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കാൻ നിൽക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ആ പാറ്റേൺ, ആ സ്ട്രക്ചർ, ആ ഓർഡർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീറ്റിങ്സിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഇങ്ങനെ തിരികെ കയറ്റേണ്ട ഒരു ട്രെയിറ്റ് ആവില്ല നമ്മുടെ പേഴ്സണാലിറ്റിയിൽ. നമ്മൾ എന്നും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് കുറച്ച് യൂസ്ഫുള്ളായ കാര്യങ്ങൾ, വളരെ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുള്ളായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കത് എളുപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. കാമായി ക്ലിയറായി സ്ട്രക്ചറോടുകൂടി ഓരോരോ പോയിൻ്റ് മാത്രം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ,
വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കോഴ്സുകൾ എടുക്കാറുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ബിസിനസ് ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങും. പക്ഷേ ഇപ്പോൾ ഉള്ളത് ബേസിക് ഗ്രാമർ കോഴ്സാണ്. ബേസിക് എന്ന് വെച്ചാൽ ഏറ്റവും ലോ ലെവൽ മുതൽ അത്യാവശ്യം ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ലെവൽ വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന. അപ്പോൾ ജനറലി ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സാണ്. ലൈവ് അല്ല. കാരണം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സമയത്തിനനുസരിച്ച്, അതിപ്പോൾ ന്യൂസിലൻഡ് മുതൽ US വരെയുള്ള ആൾക്കാർ കോഴ്സ് എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടൈമിൽ അല്ലല്ലോ, ലൈവ് അല്ല. അപ്പോൾ അവരുടെ ടൈമിനനുസരിച്ച് കൺവീനിയൻ്റായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇമെയിൽ അയയ്ക്കുക, easyenglishwithvini@gmail.com. അടുത്ത ദിവസം വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.